ഹലോ, നമസ്കാരം. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു സാൻഡ്വിച്ച് കാണിച്ചപ്പോൾ ഞാൻ വാങ്ങിയ ബ്രെഡായിരുന്നു അതിൽ കാണിച്ചത്. അപ്പോൾ അന്ന് ഹോം മെയ്ഡായിട്ട് കാണിക്കണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ബട്ടർ ഒന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ച് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായിട്ട് വന്നോളും. ഇനിയിപ്പോൾ വേണ്ടത് ഒരു പൊടി കുഴയ്ക്കാനുള്ള ഒരു പാത്രവും ഞാൻ കുറച്ച് മെഷറിംഗ് കപ്പുകളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ നാട്ടിലാണ് ഞാനുള്ളത്. ഇവിടെ ഉപയോഗിക്കുന്ന മൈദ എന്ന് പറയുന്നത് നമ്മൾ ലൂസ് മൈദ വാങ്ങിക്കരുത്. ഏതെങ്കിലും ഒരു ബ്രാൻഡ്, ഞാനിപ്പോൾ ഉപയോഗിച്ച ബ്രാൻഡൊന്നും പറയുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ്, ഇപ്പോൾ ഡബിൾ ഹോസ്, എലൈറ്റ്, അതുപോലെ തന്നെ വേറെ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ബ്രാൻഡിൽ വരുന്ന മൈദ തന്നെ വാങ്ങിക്കണം കേട്ടോ. അങ്ങനെ പാക്കറ്റായിട്ട് വരുന്ന അതാണ് ബേക്കിങ്ങിന് നമ്മൾ ബേക്കറി സ്റ്റൈലിലും അതേപോലെ തന്നെ ആ ഒരു ടെക്സ്ചറും ആ ഒരു ടേസ്റ്റും ഒക്കെ വരണമെങ്കിൽ ഇതുപോലുള്ള മാവ് എടുക്കണം. ഇതാണ് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഗ്ലൂട്ടിനസ് ആയിട്ട് വരിക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ മൈദ ഒരു 2 കപ്പ് എടുക്കുക. ബാക്കി ആവശ്യത്തിനൊക്കെ ലൂസ് എടുക്കട്ടെ. അങ്ങനത്തെ ബേക്കിങ്ങിനാണ് ഞാനിത് എടുക്കാൻ പറയുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാര. ഇവിടെ കുറച്ച് മധുരമുള്ള ടൈപ്പാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മുട്ടയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ 1 മുട്ട ചേർത്താലും മതി. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നല്ല പുതിയ ഈസ്റ്റ് ആയിരിക്കണം. 1 ടീസ്പൂൺ എടുത്തണേ. അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പാണ് വേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ. നമ്മൾ പെട്ട എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സായിട്ട് വരണം. ഇനി ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബട്ടറാണ് കേട്ടോ. 20 ഗ്രാം എന്നാണ് ഞാൻ പറയുന്നത്. 20 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. അതാണ് കണക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ മാത്രമേ ചേർക്കാവൂ. എന്നിട്ടിത് ആദ്യം ബട്ടറും മൈദയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഒരു പുട്ടുപൊടിയൊക്കെ പോലെ നല്ല ക്രമ്പിളായിട്ട് വരും. ഈ ഒരു രീതിയിലാണ് ഇതിനെ മിക്സാക്കി എടുക്കേണ്ടത്. അതിന് ശേഷം ഇതിലേക്ക് പാലൊഴിച്ചിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളൊരു ചപ്പാത്തിൻ്റെ പാകമൊന്നുമല്ല. നല്ല സ്റ്റിക്കി പാകത്തിലാണ് വേണ്ടി കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ തൊടുന്ന സമയത്ത് നല്ല സ്റ്റിക്കി ആയിരിക്കണം. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ മാവ് വേണ്ടിയത്. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് ഇതിനെ ഒന്ന് സ്റ്റിക്കി ആക്കി എടുക്കണം. ആദ്യം ഇങ്ങനെ കുഴച്ചതിന് ശേഷം കുറച്ച് പാലൊഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്താലും മതിയാവും കേട്ടോ. കുഴയ്ക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം അതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്റ്റിക്കി പാകത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റോളം ഞാൻ കൈ വെച്ചിട്ട് കുഴച്ചെടുത്തതാണ്. ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും നല്ല സിൽക്കി ആയിട്ട് തോന്നും. ഈ ഒരു രീതിയിലാകുന്ന വരെയാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് കൈകൊണ്ട് ഞാൻ കൈയൊക്കെ കഴുകി വന്നതാണ്. ഇത് തൊടുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റിക്കി ആയതുകൊണ്ട് ഞാനൊരു സ്പാച്ചില വെച്ചിട്ട് അതിനൊന്ന് എല്ലാം കൂടെ ഒറ്റ ഉരുളാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിനെ 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരണം. 1 മുതൽ 1.5 മണിക്കൂർ വരെ വെക്കാം. അപ്പോൾ സമയമുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ല വെയിലാണ് കേട്ടോ. ഇന്ന് നല്ല ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വെയിൽ തന്നെയാണ്. ഞാൻ വന്ന ഉടനെ ഒരു 2, 3 ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഫുള്ള് വെയിൽ തന്നെയാണ്. നല്ല ചൂടുമാണ് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ വെയിൽ കുറച്ച് കുറവുള്ള ദിവസമാണെങ്കിലും നല്ല ചൂട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഉള്ളിലിട്ട് ഉണക്കുന്ന നമ്മൾ മുകളിൽ ടെറസിലൊക്കെ ആണെങ്കിൽ കൂടി നമ്മളെ ഡ്രസ്സിനൊക്കെ ഒരു ഈർപ്പാണ്. അപ്പോൾ ഞാനിന്ന് നല്ല വെയിൽ കണ്ടപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഒന്ന് ഡ്രസ്സൊന്ന് പുറത്ത് കൊണ്ടുപോയി ഇടട്ടെ എന്നുള്ള. അപ്പോൾ ഇട്ട ഉടനെ തന്നെ നന്നായിട്ട് ആ ഒരു വെയിൽ കൊണ്ട് ഉണങ്ങി കിട്ടുകയും ചെയ്തണേ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ കുറേ നേരം അവിടെ വെച്ചാൽ പറയാൻ പറ്റില്ല. നമ്മളെ ഭാഗ്യം കൊണ്ട് ചിലപ്പം മഴ നനഞ്ഞ് ഒന്നായിട്ട് നനഞ്ഞും പോവും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. മടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുപോയി ഇടുകയാണ്. അപ്പോൾ ഞാനിനി ബ്രെഡ് ഉണ്ടാക്കിയതിന് ശേഷമേ അത് മടക്കുന്നുള്ളൂ. ഇപ്പോൾ അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച മാവൊക്കെ നന്നായിട്ട് പൊങ്ങി ഡബിളല്ല ത്രിബിളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അത്രയും നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് പൊങ്ങി വരും. ഇനി ഇതിനെ നമുക്കിന്ന് പരത്തി ഒന്ന് റോളാക്കി എടുക്കണം. ഏത് ഷേപ്പിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ വർക്ക് ഏരിയയിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പരത്തുന്ന സ്ഥലം ഇതാണ്. ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ പാല ആയതുകൊണ്ട് നല്ല വെയിറ്റ് അല്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകൽ കുറച്ച് പ്രയാസമായതുകൊണ്ട് ഒരുത്തി തന്നെ ഞാൻ അവിടെ വെച്ചേക്കലാണ്. ഇനിയിപ്പോൾ അത് തൊടുന്ന സമയത്ത് നല്ല സ്റ്റിക്കി ആയതുകൊണ്ട് കുറച്ചൊരിതുണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൈദപ്പൊടി ഇങ്ങനെ കയ്യിലൊന്ന് തൊട്ട് കൊടുത്താൽ മതി. ഒരുപാട് പൊടിയിട്ട് ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് മാറ്റരുത് കേട്ടോ. അങ്ങനെ തന്നെ ചെയ്തെടുക്കണേ. അപ്പോൾ ആദ്യം ഞാനൊന്ന് റോൾ ഉണ്ടാക്കണത് കാണിച്ചു തരാം. റോള് അല്ലെങ്കിൽ ബ്രെഡൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ബ്രെഡാണെങ്കിൽ കുറച്ചും കൂടെ വലിയ ഉരുള എടുക്കുക. ഇത് മൊത്തത്തിൽ ഒരു ബ്രെഡിനുള്ള ഡോ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് പരത്തിയിട്ട് റോൾ ചെയ്തിട്ടാണ് ആ ഒരു ബ്രെഡിനെടുക്കുക. അല്ലെങ്കിൽ നീളമുള്ള ബ്രെഡോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡും ഒക്കെ ഈ രീതിയിലാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അതിന് ബ്രെഡിൻ്റെ ലോഫ് പാൻ വേണം. ആ ഒരു പാനിലാണ് ബ്രെഡ് ഉണ്ടാക്കുക. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാത്രം ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബ്രെഡ് ഉണ്ടാക്കാം. അപ്പോൾ ബ്രെഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വലിയ ഉരുളാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഇതിപ്പോൾ ചെറുതാണ് ഞാൻ ഒരു റോളായിട്ട് ഉണ്ടാക്കുന്നത്. ഈ ഒരു രീതിയിൽ അത് ഒരുപാടങ്ങ് അമർത്തി ഇതാക്കുകയും ചെയ്യരുത്.
എന്നിട്ട് ഇതിനെ നമ്മൾ ബേക്കിംഗ് ഷീറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇവിടെ എൻ്റെ അടുത്ത് ബേക്കിംഗ് പേപ്പറോ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പറോ ഒന്നുമില്ല. അപ്പം ബേക്കിംഗ് ഷീറ്റിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഒരു ഉരുളാക്കിയാണ് കേട്ടോ. ഒരു പിസ്സ ഉണ്ടാക്കുന്ന ഒരു ഉരുളാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ പരത്തുന്നതും. പിസ്സ പോലെ ഒന്ന് പരത്തിയിട്ട് മുറിച്ചെടുത്ത് ബ്രെഡാക്കി മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബന്നാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ബൺ ഷേപ്പിൽ ഓരോ ഉരുള ഉരുട്ടിയിട്ട് നന്നായിട്ട് ഉരുട്ടി അവിടെ വെച്ചാൽ മതി. ഇനിയിപ്പം ബ്രെഡാണ് വേണ്ടിയെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ ആ ഒരു രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നും ചെറിയ ചെറിയ കൊസോൺ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുവിൽ വേണം ചീസോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ഫില്ലിംഗ് ആക്കി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. അല്ലെങ്കിൽ ന്യൂട്ടല്ല ചോക്ലേറ്റൊക്കെ നടുവിൽ വെക്കണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചോക്ലേറ്റൊക്കെ നടുവിൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. ചീസ് ബ്രെഡോ എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ എല്ലാം ഉരുട്ടിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ 2 കപ്പ് മാവേ എടുത്തിട്ടുള്ളൂ. അതിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടത്. അങ്ങനെ നമ്മൾ ഉരുട്ടിയതിൻ്റെ ശേഷം അതൊന്ന് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് ശേഷം നമ്മളിത് കുറച്ച് പാല് ഇതിൻ്റെ മേലെ ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ പാലാണ് ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ടൻ്റെ മഞ്ഞക്കരു തേക്കണം എന്നുണ്ടെങ്കിൽ അതും തേക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ പാലാണ് എടുത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാത്തിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെളുത്ത കളറിലുള്ള ആ ഒരു എള്ളില്ലേ, വെള്ള എള്ള്, വൈറ്റ് സെസ്മി സീഡാണിത്, അത് ഒന്ന് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ കരിഞ്ജീരകമോ അല്ലെങ്കിൽ ബ്ലാക്ക് സെസ്മി സീഡായാലും കുഴപ്പമൊന്നുമില്ല. കറുത്ത എള്ളോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഞാനിവിടെ 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓവന്. അതിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ആദ്യം പ്രീ ഹീറ്റ് ചെയ്ത് ഓവൻ നല്ല ചൂടാക്കി വെക്കണം. അതിൻ്റെ ശേഷമാണ് നമ്മളിത് ബേക്ക് ചെയ്യേണ്ടത്. എൻ്റെ ഓവനിൽ ഇതൊരു 20 മിനിറ്റാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ഓവനിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അത് നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതാ അടിപൊളിയായിട്ടുള്ള നമ്മളെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി ഞാൻ ഓവനിൽ നിന്ന് ഇറക്കിയ ഉടനെയാണ് ഇട്ടത്. ആ ഒരു ചൂടോടുകൂടി തന്നെ കുറച്ച് ബട്ടർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ അതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുക്കണം. ഇത് ഇറക്കിയ ഉടനെ പുറം ഭാഗം നല്ല ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ ആ ഒരു ഹാർഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രെഡ് നമ്മളിങ്ങനെ ബട്ടർ തേച്ച് കൊടുക്കുന്നത്. അപ്പം ബട്ടർ ആ ചൂടോടുകൂടി കൈകൊണ്ട് നമുക്ക് ബ്രെഡ് തൊടാൻ വേണ്ടി പറ്റില്ല. നന്നായിട്ട് ഇതൊന്ന് പുരട്ടിയിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും ആ ബട്ടർ തേച്ചതിൻ്റെ ശേഷം. ഇപ്പോൾ അതാ ബട്ടറൊക്കെ തേച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തതിന് ശേഷം എടുത്തതാണിത്. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ആ ഒരു തേച്ച ബട്ടറൊന്നും പിന്നെ നമ്മളിതിൽ കാണൂല കേട്ടോ. ഒക്കെ ആ ഒരു 10 മിനിറ്റ് വെക്കുന്ന സമയത്ത് അത് വലിച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാവും നമ്മൾ ഹോം മെയ്ഡായിട്ട് ബ്രെഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും വീട്ടിലുണ്ടാക്കുന്ന ബ്രെഡിന് അതിനേക്കാട്ടിലും സോഫ്റ്റ്നെസ്സാണ്, അതിനേക്കാട്ടും ടേസ്റ്റുമാണ്, കുറച്ചും കൂടെ ഹെൽത്തിയാണ് കേട്ടോ. മൈദ ആണ്, ഒരുപാട് ഹെൽത്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ബ്രെഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണല്ലോ, എന്തായാലും എല്ലാവരും വാങ്ങിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മളിത് ഒരുപാട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഒരു 4 ദിവസം വരെയൊക്കെ നമുക്കിത് പുറത്ത് വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു 4 ദിവസത്തിൻ്റെ മേലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പം കേടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മുറിച്ച് കാണിച്ചെന്നല്ല, നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ ബ്രെഡിൻ്റെ റെസിപ്പി ചോദിച്ചവർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ ശരി, ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.